പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് കെ പി സന്ദീപ്, ഈ സംരക്ഷണ ശൃംഖലയുടെ ഭാഗമായി നടന്ന ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടറി സഖാവ് കാനം രാജേന്ദ്രൻ, വേദിയിലെ ബഹുമാന്യരെ, സ്നേഹസമ്പന്നരായ സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ട് കാലമായി AIYF നടത്തിക്കൊണ്ടിരിക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ആതിരപ്പള്ളി പദ്ധതിക്കെതിരായുള്ള ഉജ്ജ്വലമായ പ്രഖ്യാപനവുമായി ഇന്നിവിടെ ആതിരപ്പള്ളി സംരക്ഷണ ശൃംഖല തീർത്തുകൊണ്ട് നടത്തിയിട്ടുള്ളത്. ഈ മേഖല, ആതിരപ്പള്ളി വനമേഖല, ഇവിടത്തെ ജനജീവിതം, ഇവിടത്തെ ജൈവ വൈവിധ്യങ്ങളെല്ലാം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നീണ്ട ഒരു പ്രസംഗം ഇനി ഇവിടെ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സമരം വിജയിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണെന്നുള്ള നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട്. സമരത്തിന്റെ മുന്നണിയിൽ AIYF ആണെങ്കിലും കേരളത്തിലെ പ്രകൃതി സ്നേഹികളായ മുഴുവൻ ആളുകളുടെയും പിന്തുണയും അഭിവാദ്യവും ഞങ്ങളുടെ ഈ പ്രക്ഷോഭത്തിനുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് AIYF ഉയർത്തിക്കൊണ്ടുപോകുന്ന ഈ സമരം കേരളത്തിനകത്ത് വിജയിക്കേണ്ടത് ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഊയൻകുട്ടി പദ്ധതിക്കെതിരായും പാത്രക്കടവ് പദ്ധതിക്കെതിരായും സൈലന്റ് വാലിക്കെതിരായും എല്ലാം ഇന്നലകളിൽ നടന്ന ഉജ്ജ്വലമായ സമരമുന്നേറ്റങ്ങളുണ്ട്. ആ സമരങ്ങളിൽ വലിയ പങ്ക് വഹിക്കുകയും കേരളത്തിന്റെ മണ്ണിനെയും കേരളത്തിന്റെ പ്രകൃതിയെയും സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം മാത്രമേ ഈ നാട്ടിനകത്ത് ആവശ്യമുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് AIYF. കേരളത്തിൽ നിലനിൽക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്കുള്ള ഒറ്റമൂലിയായിട്ടാണ് ഇതിനുവേണ്ടി വൈകാരികമായി രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ ആതിരപ്പള്ളി പദ്ധതിയെ അവതരിപ്പിക്കുന്നത്. 163 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നത്. ബദൽ മാർഗങ്ങൾ എന്ത് എന്ന് ചോദിക്കുന്ന ആളുകളോട് വളരെ വ്യക്തമായി ഞങ്ങൾ ഒരുപാട് നിർദ്ദേശങ്ങൾ, ഞങ്ങൾ മാത്രമല്ല ഈ പദ്ധതിക്കെതിരായി നിലപാടെടുത്തിട്ടുള്ള ചെറുതും വലുതുമായ പ്രസ്ഥാനങ്ങളും വ്യക്തികളും എല്ലാം തന്നെ ശാസ്ത്രീയ സമൂഹം ഉൾപ്പെടെ ബദൽ മാർഗങ്ങളെക്കുറിച്ച് വലിയ നിർദ്ദേശങ്ങൾ സർക്കാരിന്റെയും അധികാരികളുടെയും മുന്നിൽ വെക്കുകയുണ്ടായി. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ആലോചന നടത്താൻ, പ്രാഥമികമായ ചർച്ചകൾക്ക് പോലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് മനസ്സില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, അതിൽ തന്നെ ഏറ്റവും പ്രധാനം ലോകത്ത് തന്നെ എന്ന ഊർജത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സോളാർ ഊർജത്തെ വ്യാപകമായി ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മുടെ രാജ്യം തന്നെ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, ദക്ഷിണേന്ത്യയിലെ തന്നെ തൊട്ടടുത്ത നമ്മുടെ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ തമിഴ്നാടും കർണാടകയും ആന്ധ്രയും ഉൾപ്പെടെ ആയിരക്കണക്കിന് മെഗാവാട്ട് സൗരോർജ്ജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവരുടെ നാടുകളില് വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. അത് അവർ അവസാനിപ്പിക്കുകയല്ല, കൂടുതൽ ഫണ്ട് അനുവദിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് ബദൽ മാർഗം എന്ന നിലയിലേക്ക് ഭാവിയുടെ ഊർജ്ജ സ്രോതസ് അത് സൗരോർജ്ജമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ വൈദ്യുതി വകുപ്പിന് അത് സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള ആലോചനകളില്ല. 1000-ലേറെ സോളാർ ഊർജം, മെഗാവാട്ട് ഊർജം തമിഴ്നാട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ അറിയണം, കേരളം ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജം എന്ന് പറയുന്നത് കേവലം 15 മെഗാവാട്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ അന്തരത്തെ സംബന്ധിച്ച് ഈ ഒരു വലിയ സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നിട്ടും അതിനെക്കുറിച്ച് ആലോചന നടത്താൻ, ആ സാധ്യതകൾ വെച്ച് കേരളത്തിന്റെ ഊർജ്ജ പ്രതിസന്ധിക്ക്, വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി മുൻകൈയെടുക്കേണ്ട ഒരു വകുപ്പ്, ഗവൺമെന്റ് അതിനൊന്നും സന്നദ്ധമാവാതെ ജനങ്ങളുടെ എല്ലാം വ്യാപകമായ എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും ആതിരപ്പള്ളി എന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ നടക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്, അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മുഴുവൻ ജനതയുടെയും പിന്തുണയോടുകൂടി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നാളുകളിലും കേരളത്തിന്റെ ഭൂപ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, കേരളത്തിന്റെ മണ്ണും ജലവുമെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങളുമായി AIYF മുന്നോട്ട് പോകുമ്പോൾ, ആതിരപ്പള്ളിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തുടർ സമരങ്ങൾ കേരളത്തിനകത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ സമരങ്ങൾക്ക്, പ്രക്ഷോഭങ്ങൾക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും പിന്തുണയുണ്ടാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സംരക്ഷണ ശൃംഖലയിൽ അണിയേറാൻ, ഞങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും AIYFന്റെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഏറെ സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.